നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം വാദം കേൾക്കുന്നതിനിടെ ഒരു ഹർജിയിന്മേൽ വാദം കേൾക്കുന്നതിനിടെ നടത്തിയ ഒരു പരാമർശത്തിൽ കടിച്ചു തൂങ്ങിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടായത്. സത്യത്തിൽ അത് സുപ്രീം കോടതി ജഡ്ജിയുടെ ഈ പറയുന്ന വാചകത്തിൽ കാരണമായിക്കൊണ്ട് ഉണ്ടായ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് എന്ന് ചിലരെങ്കിലും കരുതുന്നില്ല. രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത് രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായിട്ടുള്ള നീക്കം എന്നാണ്. അതായത് രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ അനാർക്കി സൃഷ്ടിക്കുക, രാഷ്ട്രീയമായ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, രാജ്യത്തെ യുവജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് പല ഭാഗങ്ങളിലും പ്രക്ഷോഭം നടത്തുക, ഈ പ്രക്ഷോഭം അക്രമാസക്തമാക്കുക, അതിനുശേഷം സർക്കാർ എടുക്കുന്ന നടപടികൾ, പോലീസ് നടപടികളിലും മറ്റും ആരെങ്കിലും രക്തസാക്ഷികളായിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭം ആളിക്കത്തിക്കുക, ഇത് മെല്ലെ മെല്ലെ മോദി വിരുദ്ധ പ്രക്ഷോഭമാക്കി മാറ്റുക, കേന്ദ്ര സർക്കാരിനെ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലൂടെ അട്ടിമറിക്കുക, ഇതൊക്കെയായിരുന്നു ഈ ഒരു മൂവ്മെന്റിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതവർ തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഈ വാക്കുകളെ അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഒരു ആയുധമാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ വലിയ രാഷ്ട്രീയ പ്രചരണം നടത്താനാണ് കോക്രോച്ച് ജനതാ പാർട്ടി ശ്രമിച്ചത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിക്കെതിരെയാണ് എങ്കിൽ പോലും ഇവരുടെ രാഷ്ട്രീയ പോരാട്ടം BJP-ക്കെതിരെയാണ് എന്ന് വ്യക്തമാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പേരിടുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. BJP-ക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുക. അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ പ്രധാന പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിക്കോ അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ പരാജയപ്പെട്ടിടത്ത് ഇവിടെ ഒരു സിവിൽ മൂവ്മെന്റ് ഉണ്ടാക്കുക, ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുക, ആ പ്രക്ഷോഭത്തിലൂടെ നിലവിലുള്ള സർക്കാരുകളെ അട്ടിമറിക്കുക, ഇത് വിദേശ സഹായത്തോടു കൂടി നടന്ന ഒരു ശ്രമമാണ് എന്ന കാര്യം കേന്ദ്ര സർക്കാരിന് അറിയാം. അതുകൊണ്ട് തന്നെ അഭിജിത് ദീപ്കെ എന്ന യുവാവ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത് വിദേശത്തിരുന്നു കൊണ്ടാണ് എന്നതും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത്. മോങ്ങാനിരുന്ന നരിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി ഈ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. കാരണം 22.7 ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിലുണ്ടായ വീഴ്ചയുടെ പേരിൽ രാജ്യത്ത് വലിയ പ്രക്ഷോഭം ആരംഭിക്കാനാണ് കോക്രോച്ച് ജനതാ പാർട്ടി പദ്ധതിയിട്ടത്. അതിന്റെ പേരിലാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ജന്തർ മന്ദറിൽ സമരം തുടങ്ങിയത്. എന്നാൽ ജന്തർ മന്ദറിൽ ഇപ്പോഴും നടക്കുന്ന സമരത്തിന്റെ അവസ്ഥ എന്താണ്? ആളില്ലാതെ പൊളിഞ്ഞു പണ്ടാരമടങ്ങുകയാണ് ആ സമരം. അഭിജിത് ദീപ്കെയും സംഘവും ഈ സമരത്തിൽ ആളുകളെ എത്തിക്കാനായി പെടാപ്പാടുപെടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ലഡാക്കിലെ പ്രക്ഷോഭകാരിയായ സോനം വാങ്ചുക്കിനെ അവിടേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്. ദില്ലിയിലെ ചില സർവകലാശാലകളിൽ നിന്നുള്ള ഇടതു വിദ്യാർത്ഥികൾ ഇടയ്ക്കിടെ വന്നുപോകുന്നു എന്നല്ലാതെ അഭിഷേക് ദീപ്കയെ പിന്തുണയ്ക്കാൻ ഈ ജന്തർ മന്ദറിലേക്ക് ആരും എത്തുന്നില്ല. അതിന്റെ കാരണം ഈ നീറ്റ് പരീക്ഷയുടെ പുനഃപരീക്ഷ വളരെ ഭംഗിയായി യാതൊരു പരാതിയുമില്ലാതെ കേന്ദ്ര സർക്കാർ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 22.7 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും സന്തുഷ്ടരാണ്. കാരണം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഹെലികോപ്റ്ററുകളിലാണ് ഇത്തവണ ചോദ്യപേപ്പറുകൾ എല്ലായിടത്തും എത്തിച്ചത്. അതിനു മുമ്പ് ചോർച്ച തടയാനുള്ള എല്ലാ പഴുതുകളും കേന്ദ്ര സർക്കാർ അടച്ചു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ചോദ്യപേപ്പർ അച്ചടിയും വിതരണവും എല്ലാം. ടെലഗ്രാം ആപ്പ് എന്ന ആഗോള ടെക്നോളജി ഭീമനെ ആദ്യം ചവിട്ടിയെടുത്ത് ദൂരെ കളഞ്ഞു. അതിനുശേഷമാണ് ഈ കേന്ദ്ര സർക്കാർ പരീക്ഷയ്ക്കായി ഒരുങ്ങിയത്. മാത്രമല്ല, പരീക്ഷാ സെന്ററുകളിൽ വലിയ സുരക്ഷ, എല്ലാ പരീക്ഷാ സെന്ററുകളിലും CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. അനാവശ്യമായ സിഗ്നലുകളെ ജാമാക്കി കളയുന്ന ജാമറുകൾ ഈ പറയുന്ന പരീക്ഷാ സെന്ററുകളിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉപഗ്രഹ നിരീക്ഷണവും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നാണ് സൂചന. അതുമാത്രമല്ല, ഈ പരീക്ഷയുടെ പൂർണ്ണമായ ഒരു ചുമതല വഹിച്ചത് രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളായിരുന്നു. അങ്ങനെ വിപുലമായ സംവിധാനങ്ങളോടുകൂടിയാണ് നീറ്റ് പരീക്ഷയുടെ പുനഃപരീക്ഷ കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കിയത്. കൃത്യസമയത്ത് പരീക്ഷാ ഹാളിൽ എത്താൻ സാധിക്കാത്തത് മൂലം, അതായത് നിയമം അനുശാസിക്കുന്ന സമയത്ത് എത്താൻ സാധിക്കാത്തത് മൂലം ചില വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല. ഇതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ചില പ്രചരണങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം ചീറ്റിപ്പോവുകയായിരുന്നു. നീറ്റ് പരീക്ഷ വളരെ വിജയകരമായി
കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കി. എന്നിട്ടും എന്തിനാണ് ജന്തർ മന്ദറിലെ സമരം എന്ന ചോദ്യം നാട്ടുകാർ തന്നെ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അഭിഷേക് ദീപ്കെ മൈക്കും വെച്ച് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട്. വന്ദേമാതരം ആലപിക്കുന്നുണ്ട്. വന്ദേമാതരം ആലപിക്കുന്നത് AR റഹ്മാന്റെ വന്ദേമാതരം റെക്കോർഡ് ഇട്ടുകൊണ്ട് ദേശീയ പതാകയും വീശി ജന്തർ മന്ദറിൽ ചിലർ തുള്ളിക്കളിക്കുന്നുണ്ട്. കഠിനമായ വെയിൽ സഹിക്കാൻ കഴിയാതെ അവിടെയുള്ള ചില മരച്ചുവടുകളിൽ 1, 2, 3 വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘങ്ങൾ അവിടെയായി കൂടിയിരിക്കുന്നത് കാണാം. വ്യത്യസ്തമായ വേഷവിധാനങ്ങളുമായി ചിലർ അവിടെ എത്തുന്നത് കാണാം. ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ സമരപ്പന്തലിലേക്ക് ചില ആളുകൾ വന്നു പോകുന്നത് കാണാം. ഇതല്ലാതെ അതിനപ്പുറത്തേക്ക് സമരം എന്ന രീതിയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. വലിയൊരു പൊതുസമൂഹത്തെ അവിടേക്ക് കൊണ്ടുവരാമെന്നും ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ സമരത്തിൽ പങ്കെടുപ്പിക്കാമെന്നും ഒക്കെയാണ് അഭിഷേക് ദീപ്കെ ധരിച്ചത്. അഭിഷേക് ദീപ്കയുടെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലും മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുമെല്ലാം കോടികൾ ഒഴുകിയെത്തുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇവരെല്ലാം നരേന്ദ്രമോദിയെ ഇതാ ആരോ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന പ്രചരണവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസും ഇടതു പാർട്ടികളുമെല്ലാം അഭിഷേക് ദീപ്കയെ പിന്തുണയ്ക്കാനെത്തി. പക്ഷേ പൊതുജനങ്ങൾ ദീപ്കയുടെ നിന്നും അകലം പാലിക്കുന്നുവെന്നാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇപ്പോൾ പൊളിഞ്ഞ് അടങ്ങിയിരിക്കുന്ന സമരം വ്യക്തമാക്കുന്നത്. വിദേശത്തിരുന്നു കൊണ്ട് രാജ്യത്തിനെതിരെ കരുക്കൾ നീക്കിയ അഭിഷേക് ദീപ്കയെ എന്തു ചെയ്യണം? കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിയാലോചനകളിൽ ഉയർന്ന ചോദ്യമായിരുന്നു ഇത്. അഭിഷേക് ദീപ്കയെ വിദേശത്ത് പോയി അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന അഭിജിത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. ദേശീയ സുരക്ഷാ നിയമപ്രകാരം വാൻചുക്കിനെ ജയിലിലടച്ചതുപോലെ ജയിലിലടയ്ക്കണം എന്നൊക്കെയായിരുന്നു ആവശ്യങ്ങൾ ഉയർന്നത്. കാരണം ഇന്റലിജൻസ് ബ്യൂറോ ഇതിനോടകം തന്നെ ഇത് രാജ്യത്തിനെതിരായ നീക്കമാണ് എന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ദീപ്കയെ അങ്ങ് വെറുതെ വിടാൻ തീരുമാനിക്കുകയായിരുന്നു. അറസ്റ്റുമില്ല, കോപ്പുമില്ല. ദീപ്ക എവിടെ പോയാലും കേന്ദ്ര സർക്കാരിന് ഒന്നുമില്ല. പക്ഷെ ഇയാളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ഇയാൾക്ക് ഏർപ്പെടുത്തില്ല. ജന്തർ മന്ദറിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യില്ല. ജന്തർ മന്ദർ നേരാമണ്ണം അപേക്ഷിച്ചാൽ അനുവദിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കില്ല. ഇങ്ങനെ വിട്ടുകള എന്നൊരു തന്ത്രമാണ് ദീപ്കയ്ക്കെതിരെ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അത് വലിയ വിജയമായി തീരുകയും ചെയ്തു. ദീപ്കയെ അറസ്റ്റ് ചെയ്തില്ല, അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ല, ദീപ്കയെ വെറുതെ വിട്ടു. ജന്തർ മന്ദറിൽ എന്ത് ചെയ്യണമെങ്കിലും പോയി കാണിച്ചു കൊള്ളാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ഇത് സമരം പൊളിയാൻ വലിയൊരു കാരണമായി മാറി. ആരും ദീപ്കയെ അനുഗമിച്ചില്ല. ആരും തന്നെ ദീപ്കയുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. ഏതാനും ചില വിദ്യാർത്ഥി കൂട്ടങ്ങൾ, ഇടത് സംഘടനകൾ അവിടെ പോയി ഇരിക്കുന്നുവെന്നല്ലാതെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ ആരുമില്ല എന്ന് ലോകം കാണുകയാണ്. ആ സമരം എങ്ങനെ പൊളിയുന്നുവെന്ന് രാജ്യം കാണുകയാണ്. ബംഗളൂരുവിൽ നടന്ന അവരുടെ യോഗം പോലും ഇത്തരത്തിൽ വലിയ പരാജയമായി മാറിയത് നമ്മൾ കണ്ടതാണ്. ദില്ലിയിൽ ഏതാനും പേർ ഒത്തുകൂടി ഇരിക്കുന്നു എന്നല്ലാതെ ഈ പറയുന്ന രാജ്യത്തിന്റെ മറ്റൊരു ഭാഗങ്ങളിലും ഒരു മൂവ്മെന്റുമില്ല. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇവരെ പിന്തുണച്ചു വന്ന കോടിക്കണക്കിന് ജനങ്ങൾ എവിടെ പോയി? അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യമുള്ളത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഫോളോവേഴ്സിനെ പെരുപ്പിച്ചു കാട്ടി ആർക്കും എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. പക്ഷേ ഈ എണ്ണം ചൂണ്ടിക്കാട്ടി BJPയുടെ ഈ സമൂഹ മാധ്യമ ഫോളോവേഴ്സിനേക്കാൾ കൂടുതലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ രാജിവെക്കണമെന്ന് പറഞ്ഞവർ, ശശി തരൂർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ എന്തു പറയുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ സമരം തന്നെ പൊളിഞ്ഞു പാളിസാവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ തന്ത്രങ്ങൾ, പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ വിജയിക്കുന്നു. അവിടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ക്ലച്ച് പിടിക്കാതെ പരാജയപ്പെടുന്നു.